ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് തിക്ക് ലൈൻസ്, സ്പൈറൽ, ഹംസ് എന്നീ ടോപ്പിക്കുകളാണ്. തിക്ക് ലൈൻസ് എങ്ങനെ വരക്കുന്നത് നോക്കാം. ആദ്യം 2 തിൻ ലൈൻസ് നമ്മൾ വരക്കണം. ലൈൻസ് വരക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണാം. അപ്പോൾ ആദ്യം തന്നെ 2 ലൈൻസ് വരക്കണം. പിന്നെ ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോണ് നന്നായിട്ട് പ്രസ് ചെയ്യുക. നല്ലോണം ഫോഴ്സ് കൊടുത്ത് പതുക്കെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയാൽ നമ്മൾ വരച്ച 2 തിൻ ലൈനിൻ്റെ ഉള്ളിൽ പേസ്റ്റ് വന്ന് ഫില്ല് ചെയ്തിട്ട് തിക്ക് ലൈനായിട്ട് മാറും. ഇങ്ങനെയാണ് തിക്ക് ലൈൻസ് വരക്കുന്നത്. ഇനി നമ്മൾ 2 തിൻ ലൈൻസ് വരക്കാതെയാണ് തിക്ക് ലൈൻ വരക്കാൻ നോക്കുന്നതെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടാണ് വരിക. ഒന്നുകൂടെ പറയാം. ആദ്യം 2 തിൻ ലൈൻസ് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെന്നാക്കോൺ നന്നായിട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് പതുക്കെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ അതിൽ നന്നായിട്ട് തന്നെ ഫില്ലാവും. ഇനി നിങ്ങൾ വരക്കുന്ന തിൻ ലൈൻസ് കുറച്ചുകൂടെ അകലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പൈറൽ എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം. ആദ്യം ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ അറ്റം എത്തുമ്പോൾ അത് ഉള്ളിലോട്ട് ഇങ്ങനെ വരച്ചുകൊണ്ട് പോവുകയാണ് വേണ്ടത്. ഒരു സർക്കുലർ മോഷനിൽ അത് ഉള്ളിലോട്ട് വരച്ചാൽ സ്പൈറലായി. ഇത് മെഹന്തി ഡിസൈനിങ്ങിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെൻ്റാണ്. സ്പൈറൽ വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉള്ളിൽ വരച്ച സർക്കിൾസ് ഒരിക്കലും മറ്റേതിനോട് മുട്ടിക്കാൻ പാടില്ല. അപ്പോൾ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നിങ്ങൾ വരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഏതൊരു ഡിസൈൻ വരക്കുമ്പോഴും സർഫേസിൽ ടച്ച് ചെയ്ത് വരക്കാൻ പാടില്ല. ഇത്തിരി അകലെ സർഫേസും ഹെന്നാക്കോണും തമ്മിൽ വേണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നാലേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഡിസൈൻസും ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഹംസ് ആണ്. അപ്പോൾ ഹംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു തിൻ ലൈൻ വരച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഹംസ് വരച്ച് പോവുകയാണ് വേണ്ടത്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയെങ്കിലും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ഹംസിൻ്റെ ഹൈറ്റ് കറക്റ്റ് ആവില്ല, അല്ലെങ്കിൽ ഈ ഹംസ് താഴേക്ക് വരും. അതായത് ലൈനിൻ്റെ താഴോട്ട് അതിൻ്റെ ആ ബേസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ചില ആൾക്കാരൊക്കെ വരക്കുമ്പോൾ. അത് എനിക്കും പണ്ടൊക്കെ ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ്. പക്ഷേ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അതെന്തായാലും ശരിയാവും. ഇനി ഹെന്ന ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെൻ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഡിസൈനാണ് സ്പൈറലിൻ്റെ മുകളിൽ ഹംസ് വരുന്നത്. നിങ്ങൾ ഏതൊരു ബ്രൈഡൽ ഡിസൈൻ എടുത്ത് നോക്കിയാലും ഈ ഒരു എലമെൻ്റ് ഇല്ലാത്ത പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വളരെ ചുരുക്കേ ഉണ്ടാവുള്ളൂ. ഇനി ബിഗിനേഴ്സിന് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ലൈൻ വരച്ചിട്ട് പിന്നെ അതിന് മുകളിൽ ഒരു ഇമാജിനറി ലൈൻ വരച്ചിട്ടാണ് നിങ്ങൾ ഹംസ് വരക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കുറച്ച് കറക്റ്റായിട്ട് കിട്ടും. ബിഗ്നേഴ്സ് നേരിടുന്ന വേറെ പ്രശ്നമാണ് ഇങ്ങനെ ഹംസിൻ്റെ ഈ ബേസ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും. പിന്നെ നിങ്ങൾ സ്പീഡ് കുറക്കണം. നിങ്ങൾ നന്നായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത്തിരി സ്പീഡ് കുറച്ചാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ
ഇനിയും വീഡിയോസായിട്ട് വരാം.